Hi friends, Assalamu alaikum. Bismi channelota എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്യാരറ്റും ഒരു മുറി തേങ്ങയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു മുറി തേങ്ങയും നമുക്ക് ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തേങ്ങയൊന്ന് ചിരകി എടുക്കാം ട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി എടുത്തപ്പോൾ ഇതേപോലെ 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങയാണ് ഉള്ളത്. ആ ഒരു മുറി തേങ്ങ ചിരകി എടുത്തപ്പോൾ ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആ 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏലക്കയുടെ പൊടിയാണ് ഉള്ളതെങ്കിൽ പൊടി ചേർത്താലും മതിയാവും. ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് നമുക്കിത് കഴിക്കുമ്പോൾ. ഇപ്പോൾ 2 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. പഞ്ചസാരയ്ക്ക് പകരം ഞാൻ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് പഞ്ചസാര മതിയെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി വെറൈറ്റി കുറച്ചുകൂടി നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല വെറൈറ്റി ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ബാക്കി മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. മുഴുവനായും ചേർക്കേണ്ട, ആദ്യം അരിഞ്ഞു കിട്ടൂല. അപ്പോൾ ഞാനോട് 1/2 കപ്പ് ആദ്യം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ടൊന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതേ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം. പിന്നെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അതിൽ പാലുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാനാണ് നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത്. ആ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് നെക്കി പിഴിഞ്ഞെടുത്താൽ മതി. മുഴുവൻ പാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ബാക്കി ഭാഗം നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിൽ നിന്ന് കിട്ടാനൊന്നുമില്ല. മുഴുവനും പാലും നമ്മൾ നെക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഈ സമയത്ത് നിങ്ങൾ മധുരം നോക്കുകൊണ്ടു. മധുരം പോരെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മതിയെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് മധുരമാണ്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ക്യാരറ്റും തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ ചേരുവകളാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ, മടി കാണിക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം തീർച്ചയായും താഴത്തെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.